ജൂലൈ 4-ന് ടെക്സസിലെ മധ്യഭാഗത്തുണ്ടായ കനത്ത മഴയിലും മിന്നൽ പ്രളയത്തിലും വലിയ തോതിലുള്ള നാശനഷ്ടമാണ് ടെക്സസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കിങ്സ്ലാൻഡ് എന്ന സ്ഥലത്ത് പലയിടങ്ങളിലും വെള്ളം വലിയ തോതിൽ കയറുകയുണ്ടായി. റോഡുകളും പാലങ്ങളും തകർന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കിങ്സ്ലാൻഡിലെ ഒരു ക്രോസ് വേ പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ഇതുവരെ 78 പേർ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. ഇതിൽ 28 പേർ കുട്ടികളാണ്. മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതകൾ ഏറെയാണ്. സമ്മർ ക്യാമ്പിൽ നിന്നും കാണാതായ പെൺകുട്ടികൾക്കായി തിരച്ചിൽ ഊർജിതമായി നടക്കുന്നുണ്ട്. യുഎസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയ ദുരന്തങ്ങളിലൊന്നാണ് കഴിഞ്ഞ ദിവസം ടെക്സസിൽ നടന്നത്. നാട്ടുകാർ പങ്കുവയ്ക്കുന്നതും വലിയ ദുരന്തത്തെ അഭിമുഖീകരിച്ച സംഭവങ്ങളാണ്. ചില മൃതദേഹങ്ങൾ 10 അടിയുള്ള മരത്തിന് മുകളിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇത് കൂടുതൽ മൃതദേഹങ്ങൾ ഉയർന്ന മരങ്ങളിലും മറ്റും കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചു. നിലവിൽ നദിയിലെ ജലനിരപ്പ് കുറഞ്ഞെങ്കിലും അടിഞ്ഞുകൂടിയ ചളിയും മാലിന്യങ്ങളും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നു. കൂടുതൽ രക്ഷാപ്രവർത്തകരെ പ്രദേശത്ത് ആവശ്യമുണ്ടെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ദുരന്തത്തിന്റെ കാഠിന്യം വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ നാട്ടുകാർ പുറത്തുവിട്ടു കഴിഞ്ഞു. അതേസമയം ടെക്സസിലെ ദുരന്ത മേഖലകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സന്ദർശിക്കും.